എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി എടുക്കാം. മസാല പൂരിയും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു തൈരിൻ്റെ ഡിപ്പോ ആണ് ഞാൻ തയ്യാറാക്കുന്നത്. ഈ തൈരിൻ്റെ ഡിപ്പോ ഉണ്ടാക്കിയെടുത്താൽ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല. വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ രാത്രിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതേ അളവിൽ തന്നെ മൈദപ്പൊടി കൊണ്ടും ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചെടുക്കുന്നത്. ഇതിന് പകരം നെയ്യും 1 ടീസ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുക്കാം. ഓയിലിനേക്കാളും നല്ലത് നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കണ പോലെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിൻ്റെ അത്ര ലൂസിൽ കുഴച്ചെടുക്കണ്ട, കുറച്ച് ടൈറ്റായിട്ട് കുഴച്ചെടുത്താൽ മതി. നമ്മളിത് പൊരിച്ചെടുക്കണത് കൊണ്ട് ലൂസാക്കിയെടുത്താൽ എണ്ണ വേഗം പിടിക്കും. ഇതേപോലെ മാവ് കുഴച്ചെടുക്കാം. അപ്പോൾ ആ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അത് 10 മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്ന് നോക്കിയപ്പോൾ മാവൊക്കെ കുറച്ച് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചെടുത്തതോ പേസ്റ്റാക്കി എങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടീസ്പൂണോളം മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ഒന്നുകൂടി കുഴച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓരോ ബോൾസ് ആക്കി എടുക്കാം. നമ്മൾ സാധാരണ പൂരി ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടി വലുതാക്കിയിട്ട് എടുക്കുന്നതാണ് നല്ലത്. കുറച്ച് കട്ടിയിൽ പരത്തിയെടുത്തപ്പോഴാണ് എനിക്കൊന്നും കൂടി ടേസ്റ്റ് തോന്നിയത്. തീരെ കനം കുറക്കാതെ കുറച്ചൊരു കട്ടിയിൽ പരത്തിയെടുക്കാം. അപ്പോൾ അങ്ങനെ മുഴുവനായിട്ടും ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ പ്രസ്സിൽ വെച്ചിട്ടാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. ഇതേപോലെ ഈ വലുപ്പത്തിൽ കുറച്ച് കനത്തിലായിട്ട് തന്നെ പരത്തിയെടുക്കാം. ആദ്യം ഓയിൽ ചേർത്ത് പരത്തി വെച്ചതുകൊണ്ട് ഒട്ടി പിടിക്കൊന്നുമില്ല. അപ്പോൾ അതേപോലെ മുഴുവനായിട്ടും പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കണം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ചട്ടിയിലേക്ക് ഇത് മുങ്ങാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത്. വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിനു ശേഷം ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സാധാരണ പൂരി ചുറ്റെടുക്കുന്ന പോലെ പെട്ടെന്നൊന്നും പൊങ്ങി വരില്ല. കുറച്ച് സാവധാനമായിട്ടാണ് പൊങ്ങി വരിക. എണ്ണ നല്ലോണം ചൂടായതിനു ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി വെക്കാം. ഫ്ലെയിം നല്ലോണം കൂട്ടി വെച്ചാൽ ഇത് പൊങ്ങി കിട്ടാനും കുറച്ച് പ്രയാസം ഉണ്ടാവും. പിന്നെ അതല്ല പെട്ടെന്ന് ചുവന്ന് വരും ചെയ്യും. ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് ഒരു സൈഡ് ഇങ്ങനെ ചെറുതായിട്ട് പൊങ്ങി വരുമ്പോൾ അവിടെ ഇങ്ങനെ ഫോർക്ക് കൊണ്ടോ കയ്യിലോണ്ടോ എന്തെങ്കിലും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ പൊങ്ങി വന്നോളും. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് മുഴുവനായിട്ടും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ടിപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ പാത്രത്തിൽ 3 ടേബിൾ സ്പൂണോളം തൈരാണ് എടുക്കുന്നത്. ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂണ് മല്ലിയില ചെറുതാക്കി അരിഞ്ഞും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് പുതിനയിലും കൂടി. ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകം ചെറുതാക്കി ചതച്ചെടുത്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുക. നല്ല ജീരകം പൊടി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. 1 പച്ചമുളക് ചെറുതാക്കി മുറിച്ചെടുത്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം.
പിന്നെ 1 ടീസ്പൂൺ അധികം എരിവില്ലാത്ത മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തൈരിൻ്റെ കട്ടയൊന്നും ഇല്ലാതെ നന്നാക്കി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ടിപ്പ് റെഡി ആയിട്ടുണ്ട്. ഈ മസാല പൂരിയുടെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. രാത്രിയിൽ കഴിക്കാനും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മസാല പൂരിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്